തേയിലക്കാടിൻ്റെ ദൃശ്യഭംഗിയും കോടമഞ്ഞിൻ്റെ തണുപ്പും ആസ്വദിക്കാൻ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് പുതുതായി നിർമ്മിച്ച ചിറ്റാർ പാലത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ തിരുവനന്തപുരത്തു നിന്നും പൊന്മുടിയിലേക്ക് പോകുന്ന വഴിക്ക് വിതിരയ്ക്കും ആനപ്പാറയ്ക്കും മധ്യത്ത് ചിറ്റാർ എന്ന ഒരു സ്ഥലത്ത് ഒരു പാലം നിർമ്മിക്കുകയുണ്ടായി. പാലത്തിൻ്റെ പണികൾ പൂർത്തിയായി, എല്ലാ കാര്യങ്ങളും തയ്യാറായി നിൽക്കുകയാണ്. ഇനി ഉദ്ഘാടനം മാത്രം നടത്തിയാൽ മതി. ചിറ്റാർ പാലത്തിൻ്റെ പണികൾ ഏകദേശം പൂർത്തിയായിരിക്കുന്നു. അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. 1.5 വർഷത്തിന് മുമ്പാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയത്. 8,75 ലക്ഷം രൂപയാണ് ഇതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ഉത്തരവാദിത്തം ഏറ്റെടുത്ത കമ്പനി വളരെ വിദഗ്ധമായ രീതിയിൽ വളരെ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ അവർ ജോലികൾ പൂർത്തിയാക്കി. പലപ്പോഴും ബില്ലുകൾ പേമാറാൻ വളരെ ഡിലേ വന്നെങ്കിലും ഈ നിർമ്മാണത്തിൻ്റെ പണികൾക്ക് അല്പവും ഡിലേ വന്നിട്ടില്ല എന്നാണ് സത്യം. യഥാർത്ഥത്തിൽ ഞാൻ ഈ തൊട്ടടുത്ത പ്രദേശമായ ആനപ്പാറയുടെ വിതിരയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്ന നിലയ്ക്ക് തന്നെ പലപ്പോഴും ഇതുവഴി ഞാൻ യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റേതായ പണികളുടെ പറ്റി പലപ്പോഴും ഞാൻ വിലയിരുത്തിയിട്ടുണ്ട്. നിർമ്മാണം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയും ഈ അടുത്ത സമയം വരെയും നിർമ്മാണത്തിന് യാതൊരു ഡിലേയും വരാതെ ആ ഏറ്റെടുത്ത കമ്പനി വളരെ ഉത്തരവാദിത്തത്തോടെ വളരെ സ്ട്രോങ് ആയി തന്നെ ഈ പാലം നിർമ്മിച്ചു എന്നതാണ് സത്യം. സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട് ആ ഏറ്റെടുത്ത കമ്പനിക്ക്. അത്രയും ഉത്തരവാദിത്തത്തോടെയാണ് അത് തുടങ്ങിയത്. 8.75 ലക്ഷം, അതായത് 8.75 കോടി രൂപയാണ് അതിനുവേണ്ടി ഈ നിർമ്മാണത്തിന് വേണ്ടി അവർ എസ്റ്റിമേറ്റ് ഇട്ടത്. ഇപ്പോൾ ഇനി ഒരു അല്പ താമസമുള്ളൂ. ഏകദേശം 90% പണികളും പൂർത്തിയാക്കിയിരിക്കുകയാണ്. ടാറിൻ്റെ ഡിലേ ആണ് ഇപ്പോൾ ഇത്രയും താമസിക്കാൻ കാരണമായിട്ട്. ടാറിന് ഒരു അല്പം ഡിലേ വന്നിരിക്കുകയാണ്. ടാർ എപ്പോൾ എത്തിയാൽ ഉടൻ തന്നെ അതിൻ്റെ പണി പൂർത്തിയാക്കി ഉദ്ഘാടനം കഴിക്കും എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. അപ്പോൾ ടാറിനെയും കാത്തിരിക്കുകയാണ്. ടാറിൻ്റെ ഡിലേ മാത്രമേ ഉള്ളൂ നമുക്കിവിടെ നിർമ്മാണത്തിന് തടസ്സമായിട്ടുള്ളൂ. ബാക്കി എല്ലാ പണികളും വളരെ ഭംഗിയായ രീതിയിൽ തന്നെ ആ കമ്പനി ഏറ്റെടുത്തിരിക്കുകയാണ്. പിന്നെ ഉടൻ തന്നെ ഉദ്ഘാടനം പ്രതീക്ഷിക്കുകയാണ്. 100 വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ പണിത ഈ കാണുന്ന പാലത്തിലൂടെയാണ് വിനോദസഞ്ചാരികളും ഇവിടുത്തെ ഗ്രാമവാസികളും എല്ലാവരും സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ പണിത ചിറ്റാർ പാലമാണിത്. ഇതിലെ കൂടിയായിരുന്നു ഈ പാലം നിർമ്മാണത്തിന് മുമ്പ് ഈ കാണുന്ന ഒരു ദിവസം പ്രതിദിനം ആയിരക്കണക്കിന് യാത്രക്കാരും വാഹനങ്ങളും പൊന്മുടിയിലേക്കും മറ്റുള്ള പരിസരത്തും ഇതിലെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. മഴക്കാലത്തായി കഴിഞ്ഞാൽ വെള്ളപ്പാച്ചിലാണ്. ഈ പാലത്തിൻ്റെ മുകളിലൂടെ വെള്ളം പാഞ്ഞൊഴുകും. ഒഴുകി ആ താഴ്ഭാഗത്ത് പതിച്ചിട്ടാണ്. ഇത് സത്യം പറഞ്ഞാൽ ഇത് ഈ കാണുന്ന ആറ് വാമനാപുരം ആറാണ്. വാമനാപുരം ആറിൻ്റെ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇത് വാമനാപുരം ആറാണ്. ഇവിടെ നമ്മൾ അറിയപ്പെടുന്നത് ചിറ്റാർ എന്നാണ്. യഥാർത്ഥത്തിൽ വാമനാപുരം ആർ ആണിത്. ഈ ഭാഗം എത്തുമ്പോഴേക്കും ഇതിനെ അറിയപ്പെടുന്നത് ചിറ്റാർ എന്നാണ്. ഇത് ഉത്ഭവിക്കുന്നത് ബോണക്കാടിൻ്റെ അടുത്ത് ഒരു ഭാഗത്തു നിന്നാണ്. ചെമ്മുച്ചിമല എന്നൊരു മലയുണ്ട്. ബോണക്കാട് പാണ്ടിപ്പത്ത് എന്നൊരു സ്ഥലത്ത് അതിൻ്റെ മേൽഭാഗത്തായിട്ട് വരുന്ന ചെമ്മുച്ചി മലയിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ് ഈ വാമനാപുരം ആറ്. അതിവിടെ എത്തുമ്പോഴേക്കും ആ ചിറ്റാറായി മാറും. ഇതിൻ്റെ കുറുകെയാണ് ബ്രിട്ടീഷുകാർ 100 വർഷങ്ങൾക്ക് മുമ്പ് പണിത ഈ പാലം. ഇത് അപകടാവസ്ഥയിൽ വളരെ കാലങ്ങളായി നിലകൊള്ളുകയായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് 1.5 വർഷങ്ങൾക്ക് മുമ്പാണ് ഇതിൻ്റെ നിർമ്മാണം, ഈ കാണുന്ന പുതിയ നിർമ്മാണം ഈ രീതിയിൽ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇനി ഒരു അല്പ കാലതാമസം മാത്രമേ നമുക്ക് വേണ്ടി വരൂ ഇതിൻ്റെ ഉദ്ഘാടനത്തിനായി. ഈ ആറുകളിൽ പലരും വീണ് മരിച്ചിട്ടുണ്ട്. അപകടം പതിയിരിക്കുന്ന ഒരാറാണ്. വളരെ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന വളരെ താഴ്ചയുള്ള വാമനാപുരം ആറിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ഇത്. പൊന്മുടിയുടെ കവാടം എന്ന് പറയുന്നത് ഇനിയും പൊന്മുടിയോ കല്ലാറുമല്ല, ചിറ്റാർ പാലത്തു നിന്നും ഉത്ഭവിക്കുകയാണ്.
ചിറ്റാർ പാലത്തിൻ്റെ ഉത്ഭവസ്ഥാനമാണ് പൊന്മുടിയുടെ കവാടമായി ഇനി നാം അറിയപ്പെടാൻ പോകുന്നത്. നമ്മുടെ പൊന്മുടി താഴ്വരയ്ക്കും പൊന്മുടിയും ആസ്വദിക്കാൻ ഏവർക്കും മനോഹരമായ സുഖസന്തോഷമായ ഒരു സുരക്ഷിത യാത്രയ്ക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം.